അടിസ്ഥാനത്തിലാണ് ഇവിടെ തുറമുഖ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. എന്നാൽ ഈ പഠിച്ച വിദഗ്ധ സമിതി ആ പഠനം മാത്രമല്ല, അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾ, മത്സ്യബന്ധന യാന ഉടമകൾ, ജനപ്രതിനിധികൾ ഇവരുമായെല്ലാം ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെ ആകെയും വികസനത്തിന് കരുത്തു പകരുന്നതാവും പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പദ്ധതി എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പദ്ധതിക്ക് മൊത്തം 177 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ മറ്റൊരു ഉദാത്തമായ മാതൃകയായി ഈ പദ്ധതി മാറുകയാണ്. ഇത്തരത്തിൽ ജനക്ഷേമവും വികസനവും ലക്ഷ്യം വെച്ചുള്ള കൂടുതൽ പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണം സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ കാര്യത്തിൽ വ്യക്തിപരമായി എടുത്ത താൽപ്പര്യം നേരത്തെ കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അക്കാര്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അതിനുള്ള നന്ദി അറിയിക്കുകയും ചെയ്യട്ടെ. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുലിമുട്ടുകളുടെ നീളം വർദ്ധിപ്പിക്കൽ, പുലിമുട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ, ഡ്രഡ്ജിങ്, വാർഫ് ഓപ്ഷൻ ഹോൾ ഇവയുടെയെല്ലാം നീളം കൂട്ടൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. താഴമ്പള്ളി ഭാഗത്ത് മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കും. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മുതലപ്പൊഴി ഹാർബറിലെ മത്സ്യബന്ധന രംഗത്തിനാകെ വലിയ തോതിലുള്ള ഉണർവുണ്ടാകും. അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഒരുങ്ങുകയും ചെയ്യും. ഇവിടെ 13 കോടി രൂപയാണ് നേരത്തെ 1996 തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടി നീക്കിവെച്ചിരുന്നത്. പിന്നീട് പല വിദഗ്ധ ഏജൻസികളുടെയും പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തുറമുഖത്തിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. പക്ഷേ നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതുപോലെ പലപ്പോഴും ഇവിടെ വലിയ തോതിൽ മണ്ണ് അടിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ടായി. ഇത് വലിയ പ്രതിസന്ധിയും പരിമിതിയുമാണ് സൃഷ്ടിച്ചത്. അത് പരിഹരിക്കുന്നതിനാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മത്സ്യബന്ധന തുറമുഖം കമ്മീഷൻ ചെയ്തത്. വിഴിഞ്ഞം
അന്താരാഷ്ട്ര തുറമുഖത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മത്സ്യബന്ധന തുറമുഖത്തിന് സൗകര്യവും സുരക്ഷയും ഒരുക്കേണ്ടത് ഏറെ അനിവാര്യമായ കാര്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിലവിലുള്ള ഈ പദ്ധതി നടപ്പാക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും ജീവനോപാധികളും സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ഒരു നിലപാടിൻ്റെ ഭാഗമായാണ് ഈ പദ്ധതി. സംസ്ഥാനത്താകെയുള്ള മത്സ്യബന്ധന മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കപ്പെടുന്നുണ്ട്. നേരത്തെ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് സഹായകമാകും വിധം ഇനിയും നടപ്പാക്കാൻ കഴിയേണ്ടതുണ്ട്. ആ കാര്യത്തിൽ തുറന്നുള്ള സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുകയുമാണ്.